Hello, welcome to Market Discussion of the Day. Today is September 23rd, 2025. ട്യൂസ്ഡേ ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, സോ ഗോൾഡ് ഇതാ വീണ്ടും ഓൾ ടൈം ഹൈയിൽ നിൽക്കുന്നു. 3755 എന്ന് പറയുന്ന ഓൾ ടൈം ഹൈ റേറ്റിൽ നിൽക്കുകയാണ് ഗോൾഡ്. ഓക്കെ, സോ ഇവിടുന്ന് പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുള്ള പല ആൾക്കാരും വീണ്ടും സെല്ലെടുത്ത് വീണ്ടും ട്രാപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ സെല്ലിലോട്ട് പോകരുത്, നമ്മൾ പലവട്ടം എടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലേ. സോ അതുകൊണ്ടിട്ട് തന്നെ സെല്ലിലോട്ട് പോവാതിരിക്കുക, ബൈയിൽ മാത്രം നിൽക്കുക എന്നുള്ളൊരു കാര്യം ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച 3630 അവിടെ നിന്നുള്ളൊരു ബൈ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതെടുത്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ അത് ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഓൾമോസ്റ്റ് 0.1 ലോട്ടിൽ തന്നെ $1300 പ്രോഫിറ്റാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സോ അതുകൊണ്ട് വളരെ ലോട്ട് സൈസ് കുറച്ച് ബൈ എടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക, ബൈ വെറുതെ ചുമ്മാ കണ്ണും പൂട്ടി എടുക്കണം എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ബൈ എടുക്കാൻ നേരത്തെ ചെറിയ ലോട്ട് എടുക്കുക. ചെറിയ ലോട്ടിൽ തന്നെ നല്ല പ്രോഫിറ്റ് തരുന്ന ടൈമാണിത്. സോ അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കി പോവുകയും ചെയ്യാം എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. സോ ബേസിക്കലി എൻ്റെ റെക്കമെൻഡേഷൻ, ഒരു കാരണവശാലും സെല്ല് ചെയ്യരുത്. കാരണം പല ആൾക്കാരുടെ അക്കൗണ്ട്സ് വരെ വാഷ് ഔട്ടായി പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ അതുകൊണ്ടിട്ട് ഗോൾഡിൽ സെല്ലെടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്, നമുക്ക് ഫണ്ടമെൻ്റൽസിൽ ഇന്ന് കലണ്ടർ ബേസ് ചെയ്തിട്ട് ഒരേ ഒരു ഇമ്പോർട്ടൻറ്റ് ന്യൂസേ ഉള്ളൂ. അത് ഓക്കെ, ഫെഡ് ചെയറിൻ്റെ സ്പീച്ചാണ്. രാത്രി UK ടൈമിംഗ് 7:35 ഫെഡ് ചെയറിൻ്റെ സ്പീച്ച് വരുന്നത്. ഓക്കെ, സോ ആ ഒരു സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റിന് ശേഷമുള്ള ഫസ്റ്റ് പവലിൻ്റെ സ്പീച്ചാണിത് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. ഓക്കെ, ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ അന്നൊരു സ്പീച്ച് ഉണ്ടായിരുന്നു. സോ അതിന് ശേഷമുള്ളൊരു സ്പീച്ചാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ അത് മാത്രമല്ല, നമുക്ക് 3 മണിക്ക് UK ടൈമിംഗ് 3 മണിക്ക് എക്സിസ്റ്റിംഗ് ഹോം സെയിൽസും ഉണ്ട്. വലിയ രീതിയിലുള്ളൊരു മാറ്റമൊന്നും ഉണ്ടാക്കത്തില്ലെങ്കിലും ഉറപ്പായിട്ടും ഒരു വോളറ്റാലിറ്റി 3 മണിക്ക് പ്രതീക്ഷിക്കണം എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ചു പോവുകയാണ്. നാളെ നമുക്ക് ന്യൂ ഹോം സെയിൽസ് ഉണ്ട്, ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് ഉണ്ട്. നാളെ ഇത് രണ്ടുമാണ് മേജർ ന്യൂസുകൾ. നാളെ നമുക്ക് ടെക്നിക്കൽ ഡേ ആയിട്ട് കൺസിഡർ ചെയ്ത് ഈസി ആയിട്ട് ട്രേഡ് ചെയ്ത് പോകാൻ പറ്റുന്ന ദിവസവും കൂടിയാണ് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കി പോവുക. ഓക്കെ, സോ ഇത് രണ്ടുമാണ് എനിക്കിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകൾ എടുത്ത് പറയാനായിട്ടുള്ളത്. വേറൊന്നും തന്നെ നമുക്ക് കലണ്ടർ ബേസ് ചെയ്തിട്ടില്ല, പക്ഷേ പൊളിറ്റിക്കലായിട്ട് ഒരുപാട് ന്യൂസുകൾ നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഗോൾഡിൻ്റെ പ്രൈസ് എന്തുകൊണ്ട് പറക്കുന്നു എന്നുള്ളൊരു കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ഈ റഷ്യ-ഉക്രൈൻ വാറിനെ സംബന്ധിച്ച് നാറ്റോ എടുക്കുന്ന തീരുമാനം അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ ഈ ആഴ്ച വരാനായിട്ടിരിക്കുന്നു. സോ അതേപോലെ തന്നെ നമ്മുടെ ഫ്രാൻസിലെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ വളരെ വളരെ ബാഡ് ആയിക്കൊണ്ടിരിക്കുന്നു. സോ അത് ഇന്ന് ട്രേഡ് യൂണിയൻ ഫ്രഞ്ച് ഗവൺമെൻറ്റിന് കൊടുത്തിട്ടുള്ള അവസാനത്തെ ഡേറ്റ്, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാനായിട്ടുള്ള അവസാനത്തെ ഡേറ്റ് നാളെയാണ്, 24th ആണ്. ഓക്കെ, സോ ആ ഒരു നാളെ വളരെ നിർണായകമായിരിക്കും. അതുകൊണ്ടിട്ട് തന്നെ യൂറോനെ അത് ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യും. എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള ന്യൂസ് വന്നാൽ യൂറോ ഒറ്റയടിക്ക് താഴോട്ട് പോകുന്ന ഒരു കാഴ്ചയെ നമുക്ക് കാണാം. സോ ആ ഫ്രഞ്ച് പൊളിറ്റിക്കിൻ്റെ അൺസർട്ടനിറ്റി ആണ് ആക്ച്വലി അതും ഗോൾഡ് മുകളിലോട്ട് പോകാനായിട്ടുള്ള ഒരു റീസണാണ്. സോ അതേപോലെ തന്നെ UN ഇസ്രയേലിനെ ഒരു ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തൊരു കൺട്രി ആയിട്ട് പ്രഖ്യാപിക്കും എന്നുള്ളൊരു ന്യൂസ്. സോ ഇതെല്ലാം ആക്ച്വലി ഗോൾഡിൻ്റെ മേലെയുള്ള സമ്മർദ്ദം ഭയങ്കരമായിട്ട് കൂട്ടുകയും, നമുക്കറിയാം 3680 എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ സെല്ലേഴ്സ് ഉള്ളായിരുന്ന സ്ഥലമാണ്. സോ അവർ വരെ എന്ത് ചെയ്തു, സെല്ലിങ്ങിൽ നിന്ന് മാറി ബൈയിലോട്ട് പോയി. അവിടുന്ന് 3680 നിന്ന് മുകളിലോട്ട് ഓൾമോസ്റ്റ് വീണ്ടും 800 പിപ്പ് വീണ്ടും മുകളിലോട്ട് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ നമുക്കറിയില്ല ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. ഇനിയും ഗോൾഡ് മുകളിലോട്ട് പോകുമോ ഇല്ല, അറിയില്ല. സോ അതുകൊണ്ടിട്ട് ഇവിടുന്ന് എന്ത് ചെയ്യണം എന്ന് എനിക്ക് ഐഡിയ ഇല്ല. പക്ഷേ മാർക്കറ്റ് താഴെ വീണ് കിട്ടിയാൽ 3730 എന്ന് പറയുന്ന അവിടുന്ന് നമുക്ക് ബൈ ചെയ്ത് ചെറിയ ക്വാണ്ടിറ്റി ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. 3700 അവിടുന്ന് ബൈ ചെയ്യാം. 3680 കിട്ടിക്കഴിഞ്ഞാൽ പെർഫെക്റ്റ് ബൈ ആണ്. അതൊരു സോണാണ്.
ഓക്കെ. സോ ആ സോണിൽ നിന്ന് ഒരുപാട് ബയേഴ്സ്, നമുക്കറിയാം അവിടെ ഒരുപാട് സെല്ലേഴ്സ് പ്രസന്റ് ഉണ്ടായിരുന്നു. സോ അത് ഭയങ്കര ലെവലിൽ ഇനി ഒരു 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 പോയിന്റായിട്ട് ആക്ട് ചെയ്യുകയും അവിടുന്ന് നമുക്ക് നല്ല രീതിയിൽ ഉള്ള ബൈ എൻട്രി കിട്ടി മുകളിലോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ 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 കൂടുതലാണ് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യം. ഓക്കെ. സോ ഇതാണ് നമുക്ക് പൊളിറ്റിക്കൽ സൈഡിൽ നിന്നുള്ള കുറേ ന്യൂസുകളും അതേപോലെ എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങളാണ് മേജറായിട്ട് എനിക്ക് ഫസ്റ്റിൽ പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ. സോ നമുക്ക് നേരെ നമ്മളുടെ ടെക്നിക്കൽ സൈഡിലോട്ട് വരുമ്പോൾ, ടെക്നിക്കൽ സൈഡിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാ ദിവസവും പറയുന്നത് പോലെ നമുക്ക് JPYയിലോട്ട് പോവാം. ഓക്കെ. സോ JPY ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന 147.688 എന്ന് പറയുന്ന റേഞ്ചിലാണ്. സോ ഇന്ന് ലോ വന്നപ്പോൾ 147 ഷാഡോ വന്നിട്ട് ഒരു 147.58 ആ റേഞ്ചിലൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ. അതിനുശേഷം മുകളിലോട്ട് റീട്രേസ് ചെയ്ത് പോകുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സോ ഇവിടുന്ന് എന്ത് എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ 148 അവിടെ എല്ലാ ക്യാൻഡിൽസും ഇന്നലെ അവസാനിച്ചതും ഇന്ന് ഓപ്പൺ ആയതും എല്ലാം 148 താഴെ ആയതുകൊണ്ട് നമ്മൾ ഇന്നലെ ഒരു കാരണവശാലും JPYയിൽ ഒന്നും ചെയ്യണ്ട. കാരണം കൺഫ്യൂസ്ഡ് ആയിരുന്നു, ഞാൻ കൺഫ്യൂസ്ഡ് ആയിരുന്നു. 148 താഴെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 148 അടുത്തൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് നമുക്ക് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ. സോ എനിക്ക് ബേസിക്കലി എല്ലാവരുടെ അടുത്തും പറയാനായിട്ടുള്ള, പല ആൾക്കാരും വെറുതെ ഗോൾഡിൽ ട്രേഡ് ചെയ്ത് ഓക്കെ ഗോൾഡിൽ പൈസ പ്രോഫിറ്റ് തരുമായിരിക്കും, പക്ഷെ അതേപോലെ തന്നെ ലോസുകളും ഉണ്ടാക്കുന്നു. പ്രോഫിറ്റ് $2000 എടുത്തു കഴിഞ്ഞാൽ $3000 ലോസുകൾ ഉണ്ടാകുന്നു അല്ലേ. സോ അതുകൊണ്ടിട്ട് ഗോൾഡിൽ ട്രേഡ് ചെയ്യാതിരിക്കുക എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഗോൾഡ് നമുക്ക് ലോസുകളാണ് കണ്ടിന്യൂസ്ലി തരുന്നതെങ്കിൽ എന്നിട്ട് വീണ്ടും എന്തിനാണ് ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്നത്? നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒരു കാര്യം കാണിച്ചു തരാം. JPY എടുത്തു. JPY കഴിഞ്ഞ 1 ഡേ ക്യാൻഡിലാണ് കേട്ടോ. നമുക്ക് എന്നെടുക്കാം? ജൂലൈ 11. ഓക്കെ. സോ ജൂലൈ 11 തൊട്ട് ജൂലൈ 11 146.23 നിൽക്കുന്നു. ഈ ജൂലൈ 11 മുതൽ ഇന്ന് വരെ എത്ര വട്ടം, ഒരൊറ്റ വട്ടം ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ആ ഒരു ദിവസം, അതായത് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ കഴിഞ്ഞ 2 മാസമായിട്ട് ഓക്കെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ആ ഒരു ദിവസം മാത്രമാണ് ഷാഡോ മാത്രം കേട്ടോ 146 താഴെ പോയിട്ടുള്ളൂ. ഫസ്റ്റ് കാര്യം. അപ്പം 146 ടു മുകളിലോട്ട് നോക്കാം. ഓക്കെ. 148 എടുക്കാം നമുക്ക്. 148 ഓക്കെ. 148 ഈ ഒരു റേഞ്ച്. ഓക്കെ. സോ ഒന്ന് നോക്കിയേ നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എത്ര ഒരു വട്ടമാണ് ഈ 148 എന്ന് പറയുന്നത് റേഞ്ച്. ഒരു വട്ടമല്ല, ഒരു വട്ടം 150 പോയിട്ടുണ്ട്, ഒരു വട്ടം 148.8 അതായത് സ്റ്റോപ്പ് ലോസ് അടിച്ച് പോയിട്ടുണ്ട്. സോ അല്ലാതെ 148, 146 അല്ലെ ഇപ്പോൾ ഒരു വൈഡർ റേഞ്ചിൽ 146 ടു 149 എന്ന് പറയുന്ന റേഞ്ചിലാണ് ഓൾമോസ്റ്റ് കഴിഞ്ഞ് 3 മാസമായിട്ട് JPY നിന്നിട്ടുള്ളത്. സോ ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് ട്രേഡ് ചെയ്താൽ മാത്രം മതി നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട്. മനസ്സിലായില്ലേ? സോ റേഞ്ച് ബേസ്ഡ് ആണ്. ആ റേഞ്ച് ബേസ്ഡ് മാർക്കറ്റിനെ നമുക്ക് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല കാര്യം കറൻസീസിൽ ട്രേഡ് ചെയ്യുന്നതാണ്. ഓക്കെ. ഈ റേഞ്ച് വിട്ട് പോയിട്ടില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. സോ ഞാൻ ജസ്റ്റ് ഒരു കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതോ ഇവിടെ ലൈറ്റ് പോയി. സോ നമുക്കറിയാം ഇവിടെ ഞാൻ അനങ്ങാതിരുന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ ലൈറ്റ് പോകും എന്നുള്ളൊരു കാര്യം അറിയാം. അങ്ങനെ പോയതാണ് കേട്ടോ, സോറി. സോ എനിവേയ്സ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്നു. ഗോൾഡിൽ 0.1 ലോട്ട് എടുക്കുന്ന ഒരാൾ ഇപ്പോൾ ഒരു $1500-2000 വെച്ചിട്ട് 0.1 ലോട്ട് എടുക്കുന്നു. 0.1 ലോട്ട് എടുക്കരുത് കേട്ടോ, അല്ലെങ്കിൽ മാക്സിമം 0.1 ലോട്ട് കൂട്ടരുത്. ഒരു $2000 ഉള്ള ആൾക്കാർ. സോ ഒരു $2000 ഉള്ള ആൾക്കാർ വേണമെങ്കിൽ JPYയിൽ ട്രേഡ് ചെയ്യാൻ നേരത്തെ 0.3 ലോട്ട് എടുക്കുക. യൂറോയിൽ ട്രേഡ് ചെയ്യാൻ നേരത്ത് GBPയിൽ ട്രേഡ് ചെയ്യാൻ നേരത്ത് 0.3 ലോട്ട് എടുക്കുക. ഗോൾഡിൽ $15-20 മൂവ്മെൻറ്റ് കിട്ടാൻ നേരത്ത് നമ്മൾ ഉറപ്പായിട്ടും പ്രോഫിറ്റ് എടുത്ത് മാറാറുണ്ടല്ലേ. സോ അവിടെ കിട്ടുന്നത് $150 അല്ലെങ്കിൽ $200 പ്രോഫിറ്റാണ്. സോ നേരെ മറിച്ച് യൂറോയിൽ നമ്മൾ 0.3 ലോട്ട് എടുക്കാം. ആ സമയത്ത് 0.3 ലോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു $5 മൂവ്മെൻറ്റ് കിട്ടിയാൽ $150 പ്രോഫിറ്റാണ്. സിമ്പിൾ ലോജിക്. അപ്പോൾ എന്തിനാണ് നമ്മൾ വെറുതെ ഗോൾഡിൽ ട്രേഡ് ചെയ്ത് വീണ്ടും അത് പറ്റുന്നില്ല എങ്കിൽ ഞാനതിൻ്റെ ലോജിക്കും പറഞ്ഞുതരാം. വെറുതെ ഒരു ഇത്രയും ലോട്ട് സൈസ് എടുക്കണം എന്നുള്ളതല്ല എൻ്റെ ലോജിക്ക്. എൻ്റെ ലോജിക്ക് വളരെ സിമ്പിളാണ്. ഗോൾഡിൻ്റെ ഒരു ദിവസത്തെ മൂവ്മെൻറ്റ് $45-50 മൂവ്മെൻറ്റ് ഉണ്ട്.
ഓക്കെ. സോ നേരെ മറിച്ച് നമ്മൾ യൂറോയോ അല്ലെങ്കിൽ GBPയോ അല്ലെങ്കിൽ JPYയോ എടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം നമുക്കൊരു 15 to മാക്സിമം $10 to $15 മൂവ്മെൻറ്റേ ഉള്ളവിടെ, അല്ലെങ്കിൽ 100 to 150 പിപ്സിൻ്റെ മൂവ്മെൻറ്റേ ഉള്ളവിടെ. സോ അതാണ് ഇവിടുത്തെ ലോജിക്ക്. അതായത് ഗോൾഡിൻ്റെ 1/3 മൂവ്മെൻറ്റേ ഉള്ളായത് കറൻസീസിൽ ഉണ്ടായത് കൊണ്ടിട്ട് നമുക്ക് 3 ഇരട്ടി ലോട്ട് സൈസ് എടുക്കാമല്ലോ. സ്റ്റോപ്പ് ലോസ് ഇടണം, ഓക്കെ. പക്ഷേ ആ സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ലോട്ട് സൈസ് കൂട്ടുക, സ്റ്റോപ്പ് ലോസ് ഇടുക, മിണ്ടാതിരിക്കുക. നമുക്ക് ഭയങ്കര സമാധാനമായിരിക്കും ട്രേഡ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇതാണ് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. JPY 148 അവിടെ നിന്ന് സെല് ചെയ്യുക, 147 അവിടെ കിട്ടിയാൽ ബൈ ചെയ്യുക. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റിൽ ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. 147 അവിടെ ബൈ, 148 അവിടെ സെല്ലെടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം JPYയിൽ. ഓക്കെ, സോ 148 അവിടെ സെല്ലെടുക്കുന്ന ആൾക്കാർ 148.60 മുകളിൽ സ്റ്റോപ്പ് ലോസ് വെക്കണം, നിർബന്ധം. 147 അവിടെ ബൈ ചെയ്യുന്ന ആൾക്കാർ 146.40 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കണം, നിർബന്ധം. ഈ രണ്ട് കാര്യങ്ങൾ നോക്കിപ്പോയാൽ മതി, ഉറപ്പായിട്ടും നമുക്ക് നല്ല എൻട്രി കിട്ടും. ഓക്കെ, നേരെ നമ്മൾ യൂറോയിലോട്ട് വരുമ്പോൾ യൂറോ 1.1796 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. ഈ പോയിന്റിൽ ഞാനൊരു സെല്ലിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെല്ലിടാം. 1.1800 നല്ലൊരു റെസിസ്റ്റൻസ് ചെയ്യുന്ന സോണാണ്. ഓക്കെ, 1.1840 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കാം. ഓക്കെ, വേണം എന്നുള്ള ആൾക്കാർക്ക് ഇവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് യൂറോയുടെ കാര്യത്തിനകത്ത് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ യൂറോ നല്ല രീതിയിൽ നമുക്ക് ട്രേഡ് ചെയ്ത് പോവുകയും ചെയ്യാം എന്നുള്ളതാണ് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു പോകാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി യൂറോയിൽ പറയാനായിട്ടുള്ളത്. 1.1700 അവിടെ നിന്ന് 1800 അവിടെ നിന്നുള്ളൊരു സെല്ലാണ് ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ. സോ നാളെ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഫ്രാൻസിലുള്ള പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഏകദേശം ഒരു തീരുമാനമാവുന്നത് നാളെ ആയിരിക്കും. 24th വരെയാണ് നമുക്ക് ട്രേഡ് യൂണിയൻ ഗവൺമെൻറ്റിന് കൊടുത്തിട്ടുള്ള ദിവസങ്ങൾ. സോ അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് ഒറ്റയടിക്ക് ചിലപ്പം അത് ഒന്നും സംഭവിച്ചില്ല എങ്കിൽ 1.1500 അവിടെ നിന്ന് നമുക്ക് നല്ലൊരു ബൈ എൻട്രി കിട്ടും എന്നുള്ളൊരു കാര്യം കൂടെ മറക്കാതിരിക്കുക. 1.1800 അവിടെ നിന്ന് സെല്ലെടുക്കുന്ന ആൾക്കാർ സ്റ്റോപ്പ് ലോസ് ഇടുക. 1.1840 അല്ലെങ്കിൽ 60 മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ട് മുന്നോട്ട് പോവുകയും ചെയ്യാം. GBP ഇന്നലെ അവസാനിച്ചത് 1.3500 മുകളിലാണ്. ഇന്ന് മാർക്കറ്റ് ഓപ്പണിങ്സ് എല്ലാം 1.3500 അടുത്തായിരുന്നു. സോ നമുക്ക് 1.3550 3520 റേഞ്ചിലൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് ബൈ എൻട്രി എടുത്ത് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് GBPയിൽ എനിക്ക് പറഞ്ഞു തരാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ എല്ലാം നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉള്ള ദിവസമാണ് ഇന്ന്. അത് യൂട്ടിലൈസ് ചെയ്യാം. ഇതിനകത്തെല്ലാം നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സോ ഈ ഒരു പോയിന്റിൽ ഗോൾഡിനകത്ത് സെല് ചെയ്യാൻ ഞാൻ പറയത്തില്ല, എനിക്ക് അറിഞ്ഞുവിടാം. ഓക്കെ, വേണം എന്നുള്ള ആൾക്കാർക്ക് സെല് ചെയ്ത് പോവാം. സ്റ്റോപ്പ് ലോസ് ഇടണം, നിർബന്ധം. ഓക്കെ, ബൈ ചെയ്യാനായിട്ട് 1.3730 എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു എൻട്രി എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. ഓക്കെ, 3730 എന്ന് പറയുന്ന റേഞ്ചിൽ ബൈ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളത് മാത്രമാണ് എനിക്ക് ഇന്ന് പറഞ്ഞു തരാനായിട്ടുള്ള എൻട്രി. അതും പെർഫെക്റ്റ് ആയിട്ടുള്ള ഭയങ്കര വലിയൊരു ബൈ എൻട്രി ഒന്നും അല്ല ഞാൻ പറയുന്നത്. വളരെ ഒരു ലോട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ 0.1 ലോട്ട് എടുക്കുക. ഓക്കെ, വീണ്ടും താഴോട്ട് പോയി 3700 കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു ലോട്ട് എടുക്കുക. ഓക്കെ, 3680 കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി 0.8 ലോട്ട് എടുക്കുക. ഓക്കെ, ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കും അങ്ങനെ ചെയ്യാൻ വേണമെങ്കിൽ. അല്ലാതെ വെറുതെ നമ്മൾ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എനിക്കറിയില്ല. അപ്പം ഇതാണ് ആക്ച്വലി എനിക്ക് ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് ഉറപ്പായിട്ടും നല്ല രീതിയിൽ തന്നെ ട്രേഡ് ചെയ്ത് പോകാം. എന്താ പറയുക, ഈ ഒരു സാഹചര്യത്തിൽ. കാരണം മാർക്കറ്റിൽ നല്ല മൂവ്മെൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ ലോട്ട് സൈസ് എടുത്ത് വലിയ മൂവ്മെൻറ്റിന് വേണ്ടി പ്രതീക്ഷിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, മാർക്കറ്റ് ഒന്ന് റീട്രേസ് ചെയ്ത് വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യുക. ഇപ്പം ഒന്നും ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട്
അതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ചിൻ്റെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. പുതിയ ബാച്ച് നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്തോളാം. എന്താ പറയുക, രാത്രി ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്കും 10:30 മണിക്കുമായിട്ട് 2 ബാച്ചിലായിട്ടാണ് ഈ ക്ലാസ് നടക്കുന്നത്. എനിക്ക് എൻ്റെ എന്താ പറയുക 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ക്ലാസ്സാണ്. എനിക്കുള്ള ഒരു റെക്കമെൻഡേഷൻ എന്താ വെച്ചാൽ, ഈ ഒരു സമയത്ത് ഈ 7:30ക്കും 10:30ക്കും ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ മാത്രം മെസ്സേജ് അയക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു റെക്കമെൻഡേഷൻ. അല്ലാതെ വെറുതെ ഒരു ഇതിനു വേണ്ടിയിട്ട് മെസ്സേജ് അയക്കാതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട്, അതേപോലെ തന്നെ ഞാൻ ട്രേഡ് ചെയ്യുന്ന എൻ്റെ ഞാൻ ഒരുപാട് ആൾക്കാർക്ക് ഇന്ത്യയിൽ ഫേസ് ചെയ്യുന്നുണ്ട് ബ്രോക്കറിൻ്റെ പ്രശ്നങ്ങൾ. സോ ഞാൻ പേഴ്സണലി ട്രേഡ് ചെയ്യുന്ന ബ്രോക്കർ വന്നിട്ട് സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞ ബ്രോക്കറാണ്. സോ സ്റ്റാർ ട്രേഡറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രീതിയിലുള്ള റെഗുലേഷനും ഉണ്ട്. ഇപ്പം UAE റെഗുലേഷൻ, UK റെഗുലേഷൻ എന്ന് പറയുന്ന മേജർ റെഗുലേഷൻസ് എല്ലാം ഉണ്ട്. ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക, ഈ റെഗുലേഷൻസ് എല്ലാം ഉള്ള ബ്രോക്കറാണ്. അതിൻ്റെ കൂടെ തന്നെ $100,000 വരെ നമ്മളുടെ ലോയിഡ്സ് ബാങ്ക്, UK ലോയിഡ്സ് ബാങ്ക് ഇൻഷുർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ബോണസ് കൊടുക്കുന്നുണ്ട്. എപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്താലും 20% ബോണസ് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ ഫസ്റ്റ് ഡെപ്പോസിറ്റിന് നമുക്ക് ആദ്യത്തെ $500 50% ബോണസും തരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ ഇതാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. സോ മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ എന്തായാലും നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.